വെൽക്കം ടു കൊണ്ടാട്ടം വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിതാ അവിടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? അപ്പോൾ വേഗം പോരെ കേട്ടോ, നമുക്ക് കുറച്ച് ടിപ്സുകൾ അങ്ങ് കണ്ടിട്ട് വരാം. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് കളയുന്ന പല സംഭവങ്ങളും നമുക്ക് അടുക്കളയിൽ വളരെ ഇതായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് നേരെ ടിപ്പിലേക്ക് പോകാമല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഡബ്ബയിൽ നമ്മൾ കറികൾ കൊണ്ടുപോകും അല്ലേ. ഇപ്പോൾ അതായത് ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോബിനൊക്കെ പോകുമ്പോൾ, വർക്കിന് പോകുമ്പോൾ ഒക്കെ, സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ലീക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്, മെയിൻ പ്രശ്നം. അതിപ്പോൾ പ്ലാസ്റ്റിക് ഡബ്ബയായിട്ട് സ്റ്റീലിൻ്റെ ആയിട്ട് എന്തായാലും ഇതിലിങ്ങനെ ലീക്കായി പോയിക്കൊണ്ടിരിക്കും. അപ്പം അതിന് വേണ്ടി അതിങ്ങനെ ഒരു ബലൂൺ എടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചുള്ള ബലൂൺ വേണം കേട്ടോ എടുക്കാനായിട്ട്. എന്നിട്ട് ഇതായത് ഇപ്പോൾ വലിയ പാത്രം ആയതുകൊണ്ട് ഞാൻ ഇത്തിരി വലിയ ബലൂൺ എടുത്തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ വായ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ ഉടുപ്പിടിക്കുമ്പോഴും അതിൻ്റെ ആ ഒരു മേളത്തെ ഭാഗത്തില്ലേ അതിങ്ങനെ ആ അടപ്പിൻ്റെ താഴെ വരെ എത്തുന്ന രീതിയിൽ നമ്മളിങ്ങനെ അതിനെ ഉടുപ്പിടിച്ചങ്ങ് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിന്ന് ലീക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞാലും തട്ടിയാലും ഒന്നും അങ്ങനെ പുറത്തോട്ട് വരില്ല. അപ്പോൾ നല്ല കിടിലൻ ടിപ്പാണല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അതായത് അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ ചാറൊക്കെ ആയി ബാഗൊക്കെ നാശാവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടിപ്പ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മസാലപ്പൊടിയുടെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ 2 ക്ലോത്തിൻ്റെ ക്ലിപ്പില്ലേ അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിചാരിക്കും ഇതെന്തിനാണ് ഇത് രണ്ടും എന്ന് വിചാരിക്കേണ്ട, വളരെ ഉപകാരപ്രദമായൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല പാക്കറ്റ് ഒരെണ്ണം പൊട്ടിച്ചതുണ്ട്, ഒരെണ്ണം പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. പക്ഷേ ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമുക്ക് വേറൊരു സ്ഥലത്ത് കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. എവിടെയാണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മളിങ്ങനത്തെ പാക്കറ്റുകൾ നമ്മളിങ്ങനെ ഇതാക്കി അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം ഉണ്ടാവില്ല, പിന്നെ വേറെ ഒന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിങ്ങനെ ഇതിൻ്റെ ഈ സൈഡിനകത്ത് നമ്മളിങ്ങനെ ഇത് ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ നമുക്ക് സ്ഥലം അത് ലാഭിക്കാം അല്ലേ. അതേമാതിരി തന്നെ ഫ്രിഡ്ജിനകത്താവുമ്പോൾ നമ്മുടെ മസാലപ്പൊടിയൊന്നും പൊട്ടിച്ചതാണല്ലോ, അപ്പോൾ കുറച്ച് ദിവസം ഇരുന്ന കേടാവത്തുമില്ല. അപ്പോൾ നമ്മുടെ തേർഡ് ടിപ്പ് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്കവരൊക്കെ വീടുകളിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മൾ ബൾക്കായിട്ട് മേടിച്ച് പൊടിച്ചൊക്കെ സൂക്ഷിച്ച് വയ്ക്കും അല്ലേ. അപ്പോൾ പെട്ടെന്ന് കുറച്ച് നാളെത്തുമ്പോൾ അതിന് പൂപ്പലും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് വരാൻ തുടങ്ങും. അപ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട്, അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് ലേശം ഉപ്പ് പൊടിയില്ലേ അതിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് മല്ലിപ്പൊടിയിലും ചെയ്യാം, ചതച്ച മുളകൊക്കെ ഇല്ലേ, അപ്പോൾ അതിനകത്ത് ലേശം ഉപ്പിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചാൽ അങ്ങനെ ആ ഒരു കേടാകുന്ന ആ ഒരു ഇതുണ്ടല്ലോ അത് നമുക്കൊരു പരിധി വരെ നമുക്ക് തടയാം. കേടാവത്തന്നെയില്ല കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, നല്ലൊരു ടിപ്പ് തന്നെയാണ്. പിന്നെ നമ്മൾ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഓൾറെഡി ലേശം ഉപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറികളിലിടുമ്പോൾ അതനുസരിച്ച് കുറേശ്ശെ നമ്മൾ ഉപ്പ് പൊടി ഇടാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ രണ്ടും കൂടി ഉപ്പാകുമ്പോൾ കൂടിപ്പോവും. അപ്പോൾ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല കേടുകൂടാതെ കുറേ നാൾ നമ്മുടെ ഈ പൊടികളെല്ലാം ഇരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ടിപ്പ് നമ്പർ 4 വന്നിട്ട് നമ്മൾ ഈ കാസറോളിൽ കാലത്ത് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ മീൻ വറുത്തതും പപ്പടമൊക്കെ എടുത്ത് വയ്ക്കും. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഈർപ്പം വന്നിട്ട് ഇതങ്ങ് തണുത്ത് പോവും. ആ ഒരു വെള്ളം ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് അതിനകത്ത് കറക്റ്റായിട്ടിരിക്കുന്ന ഒരു പാത്രം വെച്ചിട്ട് നമ്മുടെ കാസറോൾ നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാം. എൻ്റെ ഇപ്പോൾ പാത്രം ചെറുതായിട്ട് വലുതാണ് കേട്ടോ, അതാണ് ആ പ്രശ്നം. അല്ലാണ്ട് നല്ല കറക്റ്റായിട്ട് വെച്ച് അടച്ചു വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളമല്ലേ അതെല്ലാം ഈ പ്ലേറ്റിലേക്ക് അങ്ങ് വന്നോളും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ടിപ്പ് നമ്പർ 5. അപ്പോൾ നമ്മളിങ്ങനെ ഓയിലൊക്കെ മേടിച്ച് പാക്കറ്റ് ഒക്കെ പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പാക്കറ്റ് ഉണ്ടാവും. പരമാവധി നമ്മൾ ഊറ്റിയെടുത്താലും അതിനകത്ത് കുറച്ചുകൂടി ഓയിൽ ഉണ്ടാവും അതിൻ്റെ ഉള്ളിലല്ലേ. അപ്പോൾ അതും നമുക്ക് വേസ്റ്റ് ആക്കണ്ട, നമുക്ക് ഉപയോഗപ്രദമാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കതിനെ കട്ട് ചെയ്തങ്ങ് ആക്കിയെടുക്കാം. കണ്ടോ. അപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഓയിലിൻ്റെ ആ ഒരു ഇത് കണ്ടോ. അപ്പോൾ അതെന്തിനാണ് നമ്മൾ വെറുതെ കാട്ടിക്കളയുന്നത്, നമ്മൾ പൈസ എടുത്ത് മേടിച്ചല്ലേ, അപ്പോൾ കളയണ്ട കേട്ടോ. അപ്പോൾ അതിനെ ഒന്നും കൂടി കട്ട് ചെയ്ത് നല്ല നിവർത്തി എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മരത്തിൻ്റെ സാധനങ്ങളില്ലേ, നമ്മുടെ ചപ്പാത്തിക്കോല്, മരത്തിൻ്റെ കൈലുകളൊക്കെ, അതൊക്കെ ഇതിനകത്തൊന്ന് നമുക്ക് റബ്ബ് ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ മഴ സീസൺ ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ സംഭവങ്ങൾ നമ്മളെങ്ങനെ കഴുകി വെച്ചാലും ചെറിയ ചെറിയ പൂപ്പൽ പോലെ ഇങ്ങനെ വന്നു തുടങ്ങും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അതിനകത്ത് ഇങ്ങനെ എണ്ണമായി ഉണ്ടെങ്കിൽ അങ്ങനെ ആ ഇതുണ്ടാവേയില്ല. അപ്പോൾ നമ്മുടെ ഈ ഓയിൽ പാക്കറ്റ് നമ്മൾ വെറുതെ കളയും വേണ്ട, ഇങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാം അല്ലേ. നമ്മൾ വെറുതെ കളയുന്നതല്ലേ ഓയിൽ പാക്കറ്റ് ഇങ്ങനെ പൊട്ടിക്കാതെ. അപ്പോൾ നല്ലൊരു ടിപ്പായല്ലേ. അപ്പോൾ ഇനി ആരും ഓയിൽ പാക്കറ്റ് പൊട്ടിച്ച് കളഞ്ഞിട്ട് കളയണ്ട കേട്ടോ. നമ്മുടെ എന്താ പറയുക, ഇങ്ങനത്തെ മരത്തിൻ്റെ കൈലുകളും ചപ്പാത്തിക്കോലിലും എല്ലാം നമുക്കിങ്ങനെ എണ്ണയൊക്കെ പുരട്ടി നല്ല സൂപ്പറാക്കി വെച്ച് കഴിഞ്ഞാൽ പൂപ്പലും കാര്യങ്ങളൊന്നും വരില്ല. നമുക്ക്
രണ്ടുണ്ട് ഉപകാരം. ഇനിയിപ്പോൾ ഇതാ ഈ ഓയിൽ പാക്കറ്റ് ഫുള്ള് നമ്മൾ അതിൽ ഇനിയും ഉണ്ട് ഓയിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് എടുത്ത് വെക്കാം. എടുത്ത് വെച്ചിട്ട് വീണ്ടും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് ഇതേമാതിരി കഴുകി കഴിഞ്ഞ് എടുക്കുമ്പോൾ ഇതേമാതിരി വീണ്ടും ഒന്ന് റബ്ബ് ചെയ്ത് വെക്കാം. അതിൽ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താണ് ഈ കുക്കറിനകത്ത് ഈ ഇടിയപ്പത്തിൻ്റെ അച്ചിറക്കി വെച്ചേക്കുന്നതെന്ന് ആലോചിക്കേണ്ടാവും അല്ലേ? ഉണ്ട്. ഇടിയപ്പത്തിൻ്റെ അച്ചൊക്കെ കഴുകുക എന്ന് പറഞ്ഞാൽ ഇത്തിരി മെനക്കെട്ട പണിയാണ്. കാരണം അതിൻ്റെ ത്രെഡിനകത്തൊക്കെ അഴുക്കും കാര്യങ്ങളും ഒക്കെ കഴുകിയെടുക്കണമെങ്കിൽ ഇച്ചിരി പണിയാണല്ലേ. അപ്പോൾ അത് നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. ഇതൊന്നല്ല, ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിനൊക്കെ ഊരി പാർട്സുകളാക്കി കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക വര പോലെ ആ ത്രെഡിൻ്റെ ഭാഗത്തില്ല, അവിടെയൊക്കെ കഴുകണമെങ്കിൽ ഇത്തിരി പണി തന്നെയാണ്, അഴുക്കിരുന്നാൽ പോവില്ല. അപ്പോൾ ഞാനൊരു നമ്മുടെ നെല്ലിക്ക വലിപ്പത്തിൽ ഒരു നമ്മുടെ വാളം പുളിയില്ലേ അതെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഏതാണോ പാത്രം കഴുകുന്ന ലിക്വിഡായാലും കുഴപ്പമില്ല, സോപ്പായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, അത് നമ്മൾ ലേശം അങ്ങ് ചേർത്ത് കൊടുത്ത് ഇത് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതിനെ നേരെ നമ്മൾ അടുപ്പത്തോട്ട് കയറ്റി ഒരു 1-2 വിസൽ അങ്ങോട്ട് എടുക്കാൻ പോവാണ്. അപ്പം അതിന് ഞാനൊന്ന് വിസിൽ കയറ്റട്ടെ. അപ്പോൾ വിസിൽ കയറ്റിയെടുത്ത് കഴിഞ്ഞപ്പോൾ ആളതാ വേറെ കളറിലേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ജസ്റ്റ് നമുക്കൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കുക്കറിനകത്തുനിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം വിമ്മൊക്കെ സ്ക്രബ്ബറിലേക്ക് ആക്കിയിട്ടത് അതിങ്ങനെ ഒന്ന് ഉരച്ചു കൊടുത്ത് ഉരയ്ക്കുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ഇതൊക്കെ ആ കറുപ്പ് പാടുകളും എല്ലാം പോയി നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പെട്ടെന്ന്, കാരണം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തെടുത്താൽ മാത്രം മതി. കൂടുതൽ നേരം അതിൻ്റെ മേളിൽ അമർത്തി പിടിച്ച് ഗുസ്തി ഒന്നും പിടിക്കേണ്ട. അപ്പോൾ ഞാനെല്ലാം ഒന്ന് റബ്ബ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്ലോയിൽ ഒന്ന് കാണിച്ചു തരാം. കണ്ട നമ്മളൊന്ന് ഇതാക്കുമ്പോഴേക്കും അതിൻ്റെ ആ ബ്ലാക്ക് ഭാഗമൊക്കെ പോയി നല്ല എന്താ പറയുക നല്ല വിളവിളാന്നങ്ങ് തെളിഞ്ഞങ്ങ് വരുന്നുണ്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇടിയപ്പത്തിൻ്റെ ഇങ്ങനത്തെ അച്ചായാലും കുഴപ്പമില്ല, നമ്മുടെ സ്റ്റീലിൻ്റെ ആയാലും കുഴപ്പമില്ല, എല്ലാം നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് എളുപ്പമാണ്. ഇനിയിപ്പോൾ സ്റ്റീലിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുളി യൂസ് ചെയ്യേണ്ട, മറ്റേ ഇത് മാത്രം ഇട്ടാലും മതി കേട്ടോ, പുളി വേണ്ട എന്നുള്ളവർ. അപ്പോൾ തേച്ചുരച്ച് നല്ല കിഡ്ലിനാക്കി എടുത്തിട്ട് കാണാൻ നല്ല സൂപ്പറായിട്ടില്ലേ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ച്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറായിട്ട് നമുക്ക് കഴുകി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ച എല്ലാ ടിപ്പുകളും വളരെ ഉപകാരപ്രദമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.